PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന LDC 2024, LGS 2024 എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സിലബസ് പ്രകാരമുള്ള ഫ്രീ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിലൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ദിവസം 6 ക്ലാസ്സുകൾ വെച്ചാണ് വരുന്നത്. അപ്പോൾ 6 ക്ലാസ്സുകൾ ഏതൊക്കെയാണെന്ന് ഞാനൊന്ന് പറയാം. തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ്. ഒരുപാട് പേര് പുതിയതായിട്ട് വന്നിട്ടുള്ളവരുണ്ട്. അപ്പോൾ ആദ്യം മുതലേ ഫോളോ ചെയ്ത് വരുന്നവർക്ക് കൃത്യമായിട്ട് ഏത് സമയത്താണെന്നൊക്കെ അറിയാം. പുതുതായിട്ട് ജോയിൻ ചെയ്തവർക്ക് വേണ്ടിയിട്ട് പറയാം. ആദ്യത്തെ ക്ലാസ് 6 മണിക്കാണ്, കാലത്ത് 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. ദെൻ അടുത്തത് 9 മണിക്കാണ്. അത് കഴിഞ്ഞിട്ട് 12 മണിക്ക് അടുത്ത ക്ലാസ് വരും. ദെൻ അത് കഴിഞ്ഞ് 3 മണിക്ക് അടുത്ത ക്ലാസ് വരും. ഓക്കെ, ഇത്രയും ക്ലാസ് എന്ന് പറയുന്നത് ഇത് റെക്കോർഡഡ് ക്ലാസ് ആണ്. ഇതിൽ GK പോർഷൻസും മാത്സും ഇംഗ്ലീഷും എല്ലാം കവർ ചെയ്യും. ദെൻ അത് കഴിഞ്ഞ് രാത്രി 8 മണിക്ക് PYQ ഡിസ്കഷൻ ആണ് വരുന്നത്. ദെൻ രാത്രി 10:30 എക്സ്പെക്റ്റഡ് CA കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ് ആണ്. ഇത് രണ്ടും നമുക്ക് ലൈവ് ക്ലാസ് ആണ് വരുന്നത്. അപ്പോൾ 2 ലൈവ് ക്ലാസ്സും 4 റെക്കോർഡഡ് ക്ലാസ്സും, ഇങ്ങനെ ടോട്ടൽ 6 ക്ലാസ് ആണ് നിങ്ങൾക്ക് ഒരു ദിവസം ലഭിക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക, നോട്ട്സ് തയ്യാറാക്കിയിട്ട് പഠിക്കുക. നമ്മുടെ ക്ലാസ് ഒക്കെ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻ്റ് ആയിട്ട് അറിയിക്കാം. ഇഷ്ടപ്പെട്ടു എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ലൈക്ക് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ക്ലാസ് കേൾക്കാനിരിക്കുമ്പോൾ എപ്പോഴും നോട്ട്സ് തയ്യാറാക്കിയിട്ട് വേണം പഠിക്കാൻ വേണ്ടിയിട്ട്. നോട്ട്ബുക്ക് കയ്യിൽ വേണം, പഠിക്കുക, നോട്ട്സ് തയ്യാറാക്കുക. ഓക്കെ, പിന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ മസ്റ്റ് ആയിട്ടും ജോയിൻ ചെയ്യണം. കാരണം നിങ്ങൾക്ക് ഓരോ ദിവസവും നൽകുന്ന ക്ലാസ്സുകൾ ഏതൊക്കെയാണെന്നുള്ളതിൻ്റെ ഇൻസ്ട്രക്ഷൻസും പഠിക്കാൻ വേണ്ടിയിട്ടുള്ളതിൻ്റെ PDF-ഉം കാര്യങ്ങളൊക്കെ നമ്മൾ ടെലഗ്രാം വഴിയാണ് കൊടുക്കുന്നത്. സോ ടെലഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കടക്കാം. ആകാശ കണ്ണുകളും അറിവിൻ്റെ വിശകലനവും എന്ന് പറയുന്ന ചാപ്റ്റർ. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ള ആദ്യത്തെ ടോപ്പിക്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, നമ്മൾ ഇവിടെ എന്തിനെ കുറിച്ചാണ് ഏറ്റവും കൂടുതൽ പഠിക്കുന്നത്? വിദൂര സംവേദനം, റിമോട്ട് സെൻസിങ്ങിനെ കുറിച്ചാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. അപ്പോൾ വിദൂര സംവേദനത്തെ കുറിച്ച് പഠിക്കുമ്പോൾ ആദ്യം തന്നെ പഠിച്ചിരിക്കേണ്ടത് ഉപഗ്രഹങ്ങൾ ഉപയോഗിച്ചുള്ള വിവരശേഖരണം ആരംഭിച്ച വർഷം. ഉപഗ്രഹങ്ങൾ ഉപയോഗിച്ചുള്ള വിവരശേഖരണം ആരംഭിച്ച വർഷമാണ് 1960. 1960 ഉപഗ്രഹങ്ങൾ ഉപയോഗിച്ചുള്ള വിവരശേഖരണം ആരംഭിക്കുന്നത് എന്നത് ഓർത്തിരിക്കുക. ഇനി എന്താണ് വിദൂര സംവേദനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? വിദൂര സംവേദനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വസ്തുവിനെയോ പ്രദേശത്തെയോ പ്രതിഭാസത്തെയോ സംബന്ധിക്കുന്ന വിവരങ്ങൾ സ്പർശബന്ധം കൂടാതെ ശേഖരിക്കുന്ന രീതിയാണ് വിദൂര സംവേദനം. ഒരു വസ്തുവിനെയോ അല്ലെങ്കിൽ ഒരു പ്രദേശത്തെയോ പ്രതിഭാസത്തെയോ സംബന്ധിക്കുന്ന വിവരങ്ങൾ സ്പർശബന്ധം കൂടാതെ, അതിനെ ടച്ച് ചെയ്യാതെ നമ്മൾ ശേഖരിക്കുന്ന രീതിയാണ് വിദൂര സംവേദനം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താണ് സംവേദകങ്ങൾ? അതായത് നമ്മൾ വിദൂര സംവേദനത്തിലൂടെ വിവരങ്ങൾ ശേഖരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണങ്ങളില്ലേ, അതിനെയാണ് സംവേദകങ്ങൾ അഥവാ സെൻസേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ വിദൂര സംവേദനം എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിനെയോ പ്രദേശത്തെയോ പ്രതിഭാസത്തെയോ സംബന്ധിക്കുന്ന വിവരങ്ങൾ സ്പർശബന്ധം കൂടാതെ ശേഖരിക്കുന്ന രീതിയാണ് വിദൂര സംവേദനം. ആ വിദൂര സംവേദനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ് എന്ത്? സംവേദകങ്ങൾ അഥവാ സെൻസേഴ്സ് എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള സംവേദകങ്ങൾക്ക് ഉദാഹരണമാണ് എന്തൊക്കെയാ? ക്യാമറ, അതുപോലെ സ്കാനർ. ഇതെല്ലാം എന്താണ്? സംവേദകങ്ങളാണ്, അല്ലെങ്കിൽ സെൻസറുകളാണെന്ന് നമുക്ക് പറയാം. ഇനി വസ്തുക്കൾ പ്രതിഫലിപ്പിക്കുന്ന ഏത് തരം വികിരണങ്ങളെയാണ് സംവേദകങ്ങൾ പകർത്തുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാ? വൈദ്യുത കാന്തിക വികിരണത്തെയാണ്. ഓക്കെ, വസ്തുക്കൾ പ്രതിഫലിപ്പിക്കുന്ന വൈദ്യുത കാന്തിക വികിരണത്തെയാണ് ഈ സംവേദകങ്ങൾ പകർത്തുന്നത്. സംവേദകങ്ങൾ സ്ഥാപിച്ചിരിക്കുന്ന പ്രതലം അറിയപ്പെടുന്നതാണ് പ്ലാറ്റ്ഫോം. സംവേദകങ്ങൾ സ്ഥാപിച്ചിരിക്കുന്നത്, ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന ക്യാമറയാവാം അല്ലെങ്കിൽ സ്കാനർ ആവാം, അത് എവിടെയാണോ സ്ഥാപിച്ചിരിക്കുന്നത് അതിനെ പറയുന്ന, ആ ഒരു പ്രതലത്തെ പറയുന്ന പേരാണ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. പ്ലാറ്റ്ഫോം. ഓക്കെ, വിദൂര സംവേദനത്തിൽ ഒരു ഊർജ ഉറവിടം അത്യന്താപേക്ഷിതമാണ്. ഈ വിദൂര സംവേദനം എന്ന് പറയുന്ന റിമോട്ട് സെൻസിങ്ങിന് എന്ത് ആവശ്യമാണ്? ഒരു ഊർജ ഉറവിടം ആവശ്യമാണ്. ഇത് വൈദ്യുത കാന്തിക വികിരണങ്ങൾ ഉൾക്കൊള്ളുന്ന സൂര്യപ്രകാശമോ അല്ലെങ്കിൽ കൃത്രിമമായി സൃഷ്ടിക്കുന്ന പ്രകാശ സ്രോതസ്സോ ആവാം. അപ്പോൾ വിദൂര സംവേദനം അഥവാ റിമോട്ട് സെൻസിങ് എന്ന് പറയുന്നതിന് ഒരു ഊർജത്തിന്റെ ഉറവിടം അത്യന്താപേക്ഷിതമാണ്. ഇത് എന്തൊക്കെയാവാം? ഒന്നുകിൽ വൈദ്യുത കാന്തിക വികിരണങ്ങൾ ഉൾക്കൊള്ളുന്ന സൂര്യപ്രകാശമാവാം, അല്ലെങ്കിൽ പ്രകാശ സ്രോതസ്, കൃത്രിമമായി സൃഷ്ടിക്കുന്ന പ്രകാശ സ്രോതസ്സോ ആവാം.
സൂര്യപ്രകാശമോ അല്ലെങ്കിൽ കൃത്രിമമായി സൃഷ്ടിക്കുന്ന പ്രകാശമോ വസ്തുക്കളിൽ പതിക്കുമ്പോൾ ഉണ്ടാവുന്ന പ്രകാശത്തിന്റെ പ്രതിഫലനത്തെ ഉപയോഗപ്പെടുത്തിയാണ് എന്ത് വിദൂര സംവേദന പ്രക്രിയ സാധ്യമാകുന്നത്. ഒരു ക്യാമറ ഉപയോഗിച്ച് ചിത്രങ്ങൾ എടുക്കുമ്പോൾ ക്യാമറ ഒരു സംവേദകവും ക്യാമറയിൽ നിന്നും പുറപ്പെടുന്ന ഫ്ലാഷ് കൃത്രിമമായി സൃഷ്ടിച്ച ഊർജവുമാണ്. വസ്തുക്കൾ പ്രതിഫലിപ്പിക്കുന്നതും വികിരണം ചെയ്യപ്പെടുന്നതുമായിട്ടുള്ള വൈദ്യുതകാന്തിക തരംഗങ്ങളെയാണ് വിദൂര സംവേദന സാങ്കേതിക വിദ്യയിൽ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ വിദൂര സംവേദന പ്രക്രിയ സാധ്യമാകുന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ്? സൂര്യപ്രകാശമോ അല്ലെങ്കിൽ കൃത്രിമമായി സൃഷ്ടിക്കുന്ന പ്രകാശമോ വസ്തുക്കളിൽ പതിക്കുമ്പോൾ ഉണ്ടാവുന്ന പ്രകാശത്തിന്റെ പ്രതിഫലനത്തെ ഉപയോഗപ്പെടുത്തിയാണ് വിദൂര സംവേദന പ്രക്രിയ സാധ്യമാകുന്നത് എന്നത് ഓർത്തിരിക്കുക. അപ്പൊ നമ്മളൊരു ക്യാമറ ഉപയോഗിച്ച് ചിത്രങ്ങൾ എടുക്കുമ്പോൾ ക്യാമറ ഒരു സംവേദകവും ക്യാമറയിൽ നിന്നും പുറപ്പെടുന്ന ഫ്ലാഷ് എന്താണ്? കൃത്രിമമായി സൃഷ്ടിച്ച ഊർജവുമാണ് എന്നുള്ളതാണ്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ എങ്ങനെയുള്ള തരംഗങ്ങളെയാണ് വിദൂര സംവേദന സാങ്കേതിക വിദ്യയിൽ ഉപയോഗിക്കുന്നത്? വസ്തുക്കൾ പ്രതിഫലിപ്പിക്കുന്നതും വികിരണം ചെയ്യപ്പെടുന്നതുമായിട്ടുള്ള വൈദ്യുത കാന്തിക തരംഗങ്ങളെയാണ് ഉപയോഗപ്പെടുത്തുന്നത്. ഓക്കെ, അപ്പോ വിദൂര സംവേദനത്തിന് ഒരു ഊർജ ഉറവിടം വേണമെന്ന് പറഞ്ഞു. ഈ ഊർജ ഉറവിടത്തെ അടിസ്ഥാനമാക്കിയിട്ട് വിദൂര സംവേദനത്തെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് പരോക്ഷ വിദൂര സംവേദനം, രണ്ട് പ്രത്യക്ഷ വിദൂര സംവേദനം. പരോക്ഷ വിദൂര സംവേദനം എന്നും പ്രത്യക്ഷ വിദൂര സംവേദനം എന്നും രണ്ടായിട്ട് തിരിക്കാം. പാസീവ് റിമോട്ട് സെൻസിങ് ആൻഡ് ആക്റ്റീവ് റിമോട്ട് സെൻസിങ്. എന്താണ് പരോക്ഷ വിദൂര സംവേദനം? സൗരോർജത്തിന്റെ സഹായത്തോടു കൂടി നടത്തുന്ന വിദൂര സംവേദനം. നമ്മൾ പറഞ്ഞു വിദൂര സംവേദനം ഒന്നുകിൽ സൗരോർജത്തിന്റെ സഹായത്തോടു കൂടി നടത്താം, ഇല്ലെങ്കിൽ നമ്മൾ കൃത്രിമമായിട്ട് സൃഷ്ടിക്കുന്ന ഒരു പ്രകാശോർജം ഉപയോഗിച്ച് നടത്താം. അപ്പൊ അതിൽ സൗരോർജത്തിന്റെ സഹായത്തോടു കൂടി നടക്കുന്ന വിദൂര സംവേദനത്തെ പരോക്ഷ വിദൂര സംവേദനം എന്ന് പറയുന്നു. ഇവിടെ സംവേദകം എങ്ങനെയാണ്? സ്വയം ഊർജം പുറപ്പെടുവിക്കുന്നില്ല, സൗരോർജത്തിന്റെ സഹായത്തോടു കൂടിയാണ് നടക്കുന്നത്. എന്നാൽ പ്രത്യക്ഷ വിദൂര സംവേദനം എന്ന് പറഞ്ഞാൽ എന്താ? സംവേദകം പുറപ്പെടുവിക്കുന്ന കൃത്രിമമായ പ്രകാശത്തിന്റെ അഥവാ ഊർജത്തിന്റെ സഹായത്തോടു കൂടിയാണ് ഇവിടെ വിദൂര സംവേദനം നടക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ പ്രത്യക്ഷം എന്ന് പറയുന്നത്. സംവേദകം അതിൻ്റെ തന്നെ കൃത്രിമമായിട്ടുള്ള ഊർജം ഉപയോഗിച്ചിട്ടാണ് നടത്തുന്നത്. പരോക്ഷം എന്ന് പറയുമ്പോൾ സംവേദകം അതിന്റെ ഊർജം കൊണ്ടല്ല, പകരം സൗരോർജം ഉപയോഗിച്ചിട്ടാണ് വിദൂര സംവേദനം നടത്തുന്നത്. അതാണ് പരോക്ഷം. ഓക്കെ, പരോക്ഷവും പ്രത്യക്ഷവും മനസ്സിലായല്ലോ. അത് ഊർജ ഉറവിടത്തെ അടിസ്ഥാനമാക്കിയ. ഇനി പ്ലാറ്റ്ഫോമിനെ അടിസ്ഥാനമാക്കിയിട്ട്, പ്ലാറ്റ്ഫോം എന്തായിരുന്നു? നമ്മുടെ സംവേദകം ഏത് പ്രതലത്തിലാണോ ഘടിപ്പിച്ചിരിക്കുന്നത് അതിനെയാണ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. പ്ലാറ്റ്ഫോമിനെ അടിസ്ഥാനമാക്കിയിട്ട് നമുക്ക് മൂന്നായിട്ട് തിരിക്കാം. ഏതൊക്കെയാണ്? ഭൂതല ഛായാഗ്രഹണം, ആകാശീയ വിദൂര സംവേദനം, ഉപഗ്രഹ വിദൂര സംവേദനം. ഇങ്ങനെ മൂന്നായിട്ട് തിരിക്കാം. അപ്പൊ അതിൽ ഭൂതല ഛായാഗ്രഹണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൂപ്രതലത്തിൽ നിന്നും ഭൗമോപരിതലത്തിന്റെ ചിത്രങ്ങൾ ക്യാമറ ഉപയോഗിച്ച് പകർത്തുന്ന രീതി. കണ്ടോ, നമ്മൾ സാധാരണ ഭൂപ്രതലത്തിൽ നിന്നുകൊണ്ട് ക്യാമറ ഉപയോഗിച്ച് എവിടെ ഭൗമോപരിതലത്തിന്റെ ചിത്രങ്ങൾ എടുക്കുന്നതിനെയാണ് ഭൂതല ഛായാഗ്രഹണം എന്ന് പറയുന്നത്. ഇനി ആകാശീയ വിദൂര സംവേദനം എന്ന് പറഞ്ഞാൽ എന്താണ്? വിമാനത്തിൽ ഉറപ്പിച്ചിട്ടുള്ള ക്യാമറ. കണ്ടോ, ഇവിടെ ഒരു വിമാനമുണ്ട്, അതിൽ എന്തുണ്ട്? ഒരു ക്യാമറയുണ്ട്. ആ ക്യാമറ ഉപയോഗിച്ച് നമ്മൾ ഭൂപ്രതലത്തിന്റെ ചിത്രങ്ങളാണ് എടുക്കുന്നത്, അല്ലെ? അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ആകാശീയ വിദൂര സംവേദനം. ആകാശത്ത് നിന്നുകൊണ്ട് ഭൂപ്രതലത്തിന്റെ ചിത്രങ്ങൾ എടുക്കുന്നു. അടുത്തത് ഉപഗ്രഹ വിദൂര സംവേദനം എന്ന് പറഞ്ഞാൽ എന്താ? കൃത്രിമ ഉപഗ്രഹങ്ങളിൽ, കണ്ടോ, കൃത്രിമ ഉപഗ്രഹങ്ങളിൽ ഘടിപ്പിച്ചിരിക്കുന്ന സംവേദകങ്ങൾ വഴി വിവരശേഖരണം നടത്തുന്ന പ്രക്രിയയാണ് ഉപഗ്രഹ വിദൂര സംവേദനം എന്ന് പറയുന്നത്. അപ്പോൾ ഭൂതല ഛായാഗ്രഹണം, ആകാശീയ വിദൂര സംവേദനം, ഉപഗ്രഹ വിദൂര സംവേദനം മൂന്നും പഠിച്ചിരിക്കുക. ഇനി ആകാശീയ വിദൂര സംവേദനം എന്ന് പറയുമ്പോൾ താരതമ്യേന വിസ്തൃതി കുറഞ്ഞ പ്രദേശങ്ങളുടെ വിവരശേഖരണത്തിനാണ് നമ്മൾ എന്തുപയോഗിക്കുന്നത്? ആകാശീയ വിദൂര സംവേദനം ഉപയോഗിക്കുന്നത്. താരതമ്യേന വിസ്തൃതി കുറഞ്ഞ പ്രദേശങ്ങളുടെ വിവരശേഖരണത്തിൽ ഉപയോഗിക്കുന്ന വിദൂര സംവേദന രീതിയാണ്, അല്ലെങ്കിൽ വിവരശേഖരണത്തിൽ ഉപയോഗിക്കുന്ന രീതിയാണ് ആകാശീയ വിദൂര സംവേദനം എന്ന് പറയുന്നത്. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് ആകാശീയ ചിത്രങ്ങളിലെ ഓവർലാപ്പ് എന്ന് പറയുന്നത്. അതായത് തുടർച്ച നിലനിർത്തുന്നതിനും സ്റ്റീരിയോസ്കോപ്പിന്റെ സഹായത്താൽ ത്രിമാനതല വീക്ഷണം ലഭ്യമാക്കുന്നതിനും വേണ്ടി ഓരോ ആകാശീയ ചിത്രത്തിലും തൊട്ടു മുൻപ് ചിത്രീകരിച്ച പ്രദേശത്തിന്റെ ഏകദേശം 60% ഭാഗം കൂടി പകർത്തിയെടുക്കുന്നുണ്ട്. ഇതിനെയാണ് ആകാശീയ ചിത്രങ്ങളിലെ ഓവർലാപ്പ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ്? തുടർച്ച നിലനിർത്തുന്നതിനും സ്റ്റീരിയോസ്കോപ്പിന്റെ സഹായത്താൽ ത്രിമാനതല വീക്ഷണം ലഭ്യമാക്കുന്നതിനും വേണ്ടി ഓരോ ആകാശീയ ചിത്രത്തിലും തൊട്ടു മുമ്പ് ചിത്രീകരിച്ച പ്രദേശത്തിന്റെ
ഏകദേശം 60% ഭാഗം പകർത്തിയെടുക്കുന്നു. ഇതിനെയാണ് ആകാശീയ ചിത്രങ്ങളിലെ ഓവർലാപ്പ് എന്ന് വിളിക്കുന്നത്. കണ്ടോ, ഇപ്പൊ ഇത് ഒരു ചിത്രം എടുത്തതാണ് എ എന്ന് പറയുന്നത്. പിന്നീട് ബിയുടെ ചിത്രം എടുക്കുമ്പോൾ ഇവിടെ എയുടെ ഭാഗത്തുള്ള 60% ഭാഗം ദേ ഇവിടെ കിടക്കുന്നുണ്ട്. കണ്ടോ, അപ്പോൾ എയുടെ 60% ഭാഗം ബിയുടെ പിക്ചറിൽ വന്നു. പിന്നെ ബിയുടെ 60% ഭാഗം കണ്ടോ ഇവിടെ സിയുടെ പിക്ചറിൽ വന്നു. അപ്പൊ അങ്ങനെ 60% എക്സ്ട്രാ കൂട്ടി 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 ഇമേജ് എടുക്കുമ്പോൾ അവിടെ തുടർച്ച നമുക്ക് നഷ്ടപ്പെടുന്നില്ല. അതുപോലെ എന്താണ് മാക്സിമം ത്രിമാന തലത്തിലുള്ള വീക്ഷണം ലഭ്യമാകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അപ്പൊ ഇതിനെയാണ് ആകാശീയ ചിത്രങ്ങളിലെ ഓവർലാപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഓവർലാപ്പോട് കൂടിയിട്ടുള്ള ഒരു ജോഡി ആകാശീയ ചിത്രങ്ങൾ അറിയപ്പെടുന്നതാണ് സ്റ്റീരിയോ പെയർ. ഓവർലാപ്പോട് കൂടിയിട്ടുള്ള ഒരു പെയർ എന്ന് പറയുന്നതാണ്, ഓവർലാപ്പോട് കൂടിയിട്ടുള്ള ഒരു ജോഡി ആകാശീയ ചിത്രങ്ങളെയാണ് സ്റ്റീരിയോ പെയർ എന്ന് പറയുന്നത്. ഇപ്പൊ എയും ബിയും കൂടെ ചേർന്നിട്ടുള്ള ഒരിത്, അതിനെ എന്താന്ന് പറയാ, സ്റ്റീരിയോ പെയർ എന്നാണ് പറയുന്നത്. എയും ബിയും കൂടിയിട്ട് ഒരു ചിത്രം എടുക്കുകയാണെങ്കിൽ അതിനെ സ്റ്റീരിയോ പെയർ എന്ന് പറയാം. അല്ലെങ്കിൽ ബിയും സിയും കൂടെ ചേരുന്നത് എന്താണ്, സ്റ്റീരിയോ പെയർ ആണ്. ഓവർലാപ്പോട് കൂടി ആകാശീയ ചിത്രങ്ങളിൽ നിന്നും ത്രിമാന ദൃശ്യം ലഭ്യമാക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സ്റ്റീരിയോസ്കോപ്പ്. ഇമ്പോർട്ടൻ്റ് ആണ്. ഓവർലാപ്പോട് കൂടിയിട്ടുള്ള ആകാശീയ ചിത്രങ്ങളിൽ നിന്നും ത്രിമാന ദൃശ്യം ലഭിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് എന്ത്, സ്റ്റീരിയോസ്കോപ്പ് എന്ന് പറയുന്നത്. ഇനി എന്താണ് സ്റ്റീരിയോസ്കോപ്പ് വിഷൻ എന്ന് പറയുന്നത്? അതായത് ഒരു സ്റ്റീരിയോ പെയറിനെ സ്റ്റീരിയോസ്കോപ്പിലൂടെ വീക്ഷിക്കുമ്പോൾ ലഭ്യമാകുന്ന ത്രിമാന ദൃശ്യമാണ് സ്റ്റീരിയോസ്കോപ്പിക് വിഷൻ എന്ന് പറയുന്നത്. ഒരു സ്റ്റീരിയോ പെയർ എന്താന്ന് പറഞ്ഞു അല്ലെ, എയും ബിയും കൂടെ ചേരുമ്പോൾ ഒരു സ്റ്റീരിയോ പെയർ ആവും. ആ സ്റ്റീരിയോ പെയറിനെ സ്റ്റീരിയോസ്കോപ്പിലൂടെ വീക്ഷിക്കുമ്പോൾ ഉൾപ്പെട്ട പ്രദേശത്തിന്റെ ത്രിമാന ദൃശ്യം ലഭ്യമാകുന്നതിനെയാണ് സ്റ്റീരിയോസ്കോപ്പിക് വിഷൻ എന്ന് നമ്മൾ പറയുന്നത്. ആകാശ വിദൂര സംവേദനത്തിൽ വിസ്തൃതമായ പ്രദേശങ്ങളുടെ ചിത്രീകരണം പ്രായോഗികമല്ല എന്ന കാര്യം കൂടെ ഓർത്തിരിക്കുക. ആകാശീയ വിദൂര സംവേദനത്തിൽ വിസ്തൃതമായ പ്രദേശങ്ങളുടെ ചിത്രീകരണം പ്രായോഗികമല്ല. വിസ്തൃതി കുറഞ്ഞ പ്രദേശങ്ങളുടെ ചിത്രീകരണത്തിനാണ് ആകാശീയ വിദൂര സംവേദനം നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി ധരാതലീയ ചിത്രങ്ങളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് എന്താണ്, ആകാശീയ ചിത്രങ്ങളാണ്. ധരാതലീയ ചിത്രങ്ങളുടെ നിർമ്മാണത്തിന് നമ്മൾ ഉപയോഗിക്കുന്നത് ആകാശീയ ചിത്രങ്ങളാണ്. ഇന്ത്യയിൽ ആകാശീയ സർവേ നടത്തുന്നതിന് ചുമതലപ്പെടുത്തിയിട്ടുള്ള ഏജൻസികൾ ഏതൊക്കെയാണ്? ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യയിൽ ആകാശീയ സർവേ നടത്തുന്നതിന് ചുമതലപ്പെടുത്തിയിട്ടുള്ള ഏജൻസികളാണ് ഇന്ത്യൻ വ്യോമസേന, എയറോസ്പേസ് കമ്പനി, നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇന്ത്യയിൽ ആകാശീയ സർവേ നടത്തുന്നതിന് ചുമതലപ്പെടുത്തിയിട്ടുള്ള ഏജൻസികൾ ഓർത്തിരിക്കുക: ഇന്ത്യൻ വ്യോമസേന, എയറോസ്പേസ് കമ്പനി, നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്റർ. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ പഠിക്കുന്നത് ഉപഗ്രഹ വിദൂര സംവേദനമാണ് കേട്ടോ. ഉപഗ്രഹ വിദൂര സംവേദനം. അപ്പൊ അതിനു മുന്നേ നമ്മളിപ്പോൾ പറഞ്ഞത് ദേ ഒരു കോളത്തിലുണ്ട്, ജസ്റ്റ് വേണമെങ്കിൽ വായിച്ചു നോക്കാം. ഒരു പ്രദേശത്തെ ഒന്നാകെ കാണുന്നതിനും ത്രിമാന ദൃശ്യത്തിന്റെ സഹായത്താൽ ഭൂപ്രതലത്തിന്റെ ഉയർച്ച താഴ്ചകൾ വേർതിരിച്ചറിയുന്നതിനും ആകാശീയ ചിത്രങ്ങൾ ഏറെ പ്രയോജനകരമായതിനാൽ രണ്ടാം ലോക യുദ്ധകാലത്തും തുടർന്നും ഇവ വ്യാപകമായി ഉപയോഗിക്കപ്പെട്ടു. ധരാതലീയ ഭൂപടങ്ങളുടെ നിർമ്മാണത്തിനും ആകാശീയ ചിത്രങ്ങൾ ഉപയോഗപ്പെടുത്താറുണ്ട്. ഉപയോഗിക്കാറുണ്ട്. ഇന്ത്യയിൽ ആകാശീയ ചിത്രങ്ങൾ എടുക്കാൻ തുടങ്ങിയത് സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷമാണ്. ആരൊക്കെയാ? ഇന്ത്യൻ വ്യോമസേന, കൊൽക്കത്ത ആസ്ഥാനമായുള്ള എയറോസ്പേസ് കമ്പനി, നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്റർ എന്നീ ഏജൻസികളാണ് ഇന്ത്യയിൽ ആകാശീയ സർവേ നടത്തുന്നതിന് ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, അടുത്തത് ഉപഗ്രഹ വിദൂര സംവേദനം. അപ്പോ കൃത്രിമ ഉപഗ്രഹങ്ങളിൽ ഘടിപ്പിച്ചിരിക്കുന്ന സെൻസറുകൾ അഥവാ സംവേദകങ്ങൾ വഴി വിവരശേഖരണം നടത്തുന്ന പ്രക്രിയയാണ് എന്ത്? ഉപഗ്രഹ വിദൂര സംവേദനം. നമ്മൾ പഠിച്ചു അല്ലെ. കൃത്രിമ ഉപഗ്രഹങ്ങളിൽ ഘടിപ്പിച്ചിരിക്കുന്ന സംവേദകങ്ങൾ വഴി വിവരശേഖരണം നടത്തുന്നതിനെയാണ് ഉപഗ്രഹ വിദൂര സംവേദനം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ കൃത്രിമ ഉപഗ്രഹങ്ങളിൽ ഘടിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു അല്ലെ. ഇപ്പൊ ഈ കൃത്രിമ ഉപഗ്രഹങ്ങളെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. ഏതൊക്കെയാണ്? ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ എന്നും സൗരസ്ഥിര ഉപഗ്രഹങ്ങൾ എന്നും രണ്ടായിട്ട് തിരിക്കാം. ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ എന്നും സൗരസ്ഥിര ഉപഗ്രഹങ്ങൾ എന്നും രണ്ടായിട്ട് തിരിക്കാം. അപ്പൊ എന്താണ് ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ എന്ന് പറയുന്നത്? ഭൂമിയുടെ ഭ്രമണത്തിനോടൊപ്പം സഞ്ചരിക്കുന്ന ഉപഗ്രഹങ്ങളാണിവ. ചിത്രം കണ്ടോ? ഭൂമി ഇങ്ങനെ ഭ്രമണം ചെയ്യുന്നു, അതേപോലെ തന്നെയാണ് സഞ്ചരിക്കുന്ന ഈ ഉപഗ്രഹങ്ങളും. അപ്പോൾ ഭൂമിയുടെ ഭ്രമണത്തിനൊപ്പം സഞ്ചരിക്കുന്ന ഉപഗ്രഹങ്ങളെയാണ് ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ എന്ന് പറയുന്നതിന്റെ പ്രത്യേകതകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സഞ്ചാരപഥം ഭൂമിയിൽ നിന്ന് ഏകദേശം 36,000 കിലോമീറ്റർ ഉയരത്തിലാണ്. സഞ്ചാരപഥം ഭൂമിയിൽ നിന്ന് ഏകദേശം 36,000 കിലോമീറ്റർ ഉയരത്തിലാണ്. ഭൂമിയുടെ 1/3 ഭാഗം നിരീക്ഷണ പരിധിയിൽ വരുന്നു. നിരീക്ഷണ പരിധിയിൽ എത്രയാണ്? ഭൂമിയുടെ 1/3 ഭാഗം.
ഭൂമിയുടെ ഭ്രമണവേഗത്തിന് തുല്യമായ വേഗത്തിൽ സഞ്ചരിക്കുന്നതിനാൽ എല്ലായ്പ്പോഴും ഭൂമിയിലെ ഒരേ പ്രദേശത്തെ അഭിമുഖീകരിച്ച് നിലകൊള്ളുന്നു. ഒരു പ്രദേശത്തിന്റെ സ്ഥിരമായ വിവരശേഖരണത്തിന് സഹായിക്കുന്നത് ഭൂസ്ഥിര ഉപഗ്രഹങ്ങളാണ്. വാർത്താവിനിമയത്തിനും ദിനാന്തരീക്ഷ സ്ഥിതി മനസ്സിലാക്കാനും പ്രയോജനപ്പെടുന്നു. ഇന്ത്യയുടെ ഇൻസാറ്റ് ഉപഗ്രഹങ്ങൾ ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾക്ക് ഉദാഹരണമാണ്. ഇൻസാറ്റ് ഉപഗ്രഹങ്ങൾ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഭൂസ്ഥിര ഉപഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കുക. ഭൂമിയുടെ ഭ്രമണത്തിനൊപ്പം സഞ്ചരിക്കുന്ന ഉപഗ്രഹങ്ങളാണ്. സഞ്ചാരപഥം ഭൂമിയിൽ നിന്ന് ഏകദേശം 36,000 കിലോമീറ്റർ ഉയരത്തിലാണ്. ഭൂമിയുടെ 1/3 നിരീക്ഷണ പരിധിയിൽ വരുന്നു. ഭൂമിയുടെ ഭ്രമണവേഗത്തിന് തുല്യമായ വേഗത്തിൽ സഞ്ചരിക്കുന്നതിനാൽ എല്ലായ്പ്പോഴും ഭൂമിയിലെ ഒരേ പ്രദേശത്തെ അഭിമുഖീകരിച്ച് നിലകൊള്ളുന്നു. ഒരു പ്രദേശത്തിന്റെ സ്ഥിരമായ വിവരശേഖരണത്തിന് സാധിക്കുന്നു. വാർത്താവിനിമയത്തിനും ദിനാന്തരീക്ഷ സ്ഥിതി മനസ്സിലാക്കാനും പ്രയോജനപ്പെടുന്നു. ഇന്ത്യയുടെ ഇൻസാറ്റ് ഉപഗ്രഹങ്ങൾ ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. അടുത്തത് സൗരസ്ഥിര ഉപഗ്രഹങ്ങൾ. ധ്രുവങ്ങൾക്ക് മുകളിലൂടെ ഭൂമിയെ വലം വയ്ക്കുന്നു. കണ്ടോ, ധ്രുവങ്ങൾക്ക് മുകളിലൂടെ ഭൂമിയെ വലം വയ്ക്കുന്നതിനാണ് സൗരസ്ഥിര ഉപഗ്രഹങ്ങൾ എന്ന് പറയാം. അപ്പൊ അതിന്റെ പ്രത്യേകത നോക്കൂ. സഞ്ചാരപഥം ഭൗമോപരിതലത്തിൽ നിന്നും 900 കിലോമീറ്റർ അകലെയാണ്. 900 കിലോമീറ്റർ. ഭൂസ്ഥിര ഉപഗ്രഹങ്ങളെക്കാൾ കുറഞ്ഞ നിരീക്ഷണ പരിധിയാണ് ഉള്ളത്. കൃത്യമായ ഇടവേളകളിൽ പ്രദേശത്തിന്റെ ആവർത്തിച്ചിട്ടുള്ള വിവരശേഖരണം സാധ്യമാക്കുന്നു. ഇവിടെ ഭൂസ്ഥിരമാകുമ്പോൾ എന്താണ്, സ്ഥിരമായിട്ടുള്ള ഒരു പ്രദേശത്തിന്റെ സ്ഥിരമായ വിവരശേഖരണത്തിന് സാധ്യമാക്കുന്നു. ഇവിടെ കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ പ്രദേശത്തിന്റെ ആവർത്തിച്ചുള്ള വിവരശേഖരണം സാധ്യമാക്കുന്നു. പ്രകൃതി വിഭവങ്ങൾ, ഭൂവിനിയോഗം, ഭൂഗർഭജലം മുതലായവയെക്കുറിച്ചുള്ള വിവരശേഖരണത്തിന് ഉപയോഗിക്കുന്നു. വിദൂര സംവേദനത്തിന് മുഖ്യമായും ഈ ഉപഗ്രഹങ്ങളെയാണ് പ്രയോജനപ്പെടുത്തുന്നത്, സൗരസ്ഥിര ഉപഗ്രഹങ്ങളെ. IRS, ലാൻഡ്സാറ്റ് തുടങ്ങിയ ഉപഗ്രഹങ്ങൾ സൗരസ്ഥിര ഉപഗ്രഹങ്ങൾക്ക് ഉദാഹരണമാണ്. ഇൻസാറ്റ് എന്ന് പറയുന്നത്, ഇന്ത്യയുടെ ഇൻസാറ്റ് എന്ന് പറയുന്ന ഭൂസ്ഥിര ഉപഗ്രഹമാണ്. IRS, ലാൻഡ്സാറ്റ് ഒക്കെ സൗരസ്ഥിര ഉപഗ്രഹങ്ങൾക്ക് ഉദാഹരണമാണ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇനി അടുത്തത് നോക്കുക, ഉപഗ്രഹ ചിത്രങ്ങൾ. എന്താണ് ഉപഗ്രഹ ചിത്രങ്ങൾ എന്ന് പറയുന്നത്? ഓരോ വസ്തുവും പ്രതിഫലിപ്പിക്കുന്ന ഊർജത്തിന്റെ അളവാണ് ആ വസ്തുവിന്റെ സ്പെക്ട്രൽ സിഗ്നേച്ചർ. ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ വസ്തുവും പ്രതിഫലിപ്പിക്കുന്ന ഊർജത്തിന്റെ അളവാണ് ആ വസ്തുവിന്റെ സ്പെക്ട്രൽ സിഗ്നേച്ചർ എന്ന് പറയുന്നത്. കൃത്രിമ ഉപഗ്രഹങ്ങളിൽ ഘടിപ്പിച്ചിട്ടുള്ള സെൻസറുകൾ ഭൂതലത്തിലെ വിവിധ വസ്തുക്കളെ അവയുടെ സ്പെക്ട്രൽ സിഗ്നേച്ചറിന്റെ അടിസ്ഥാനത്തിൽ തിരിച്ചറിഞ്ഞ് വിവരങ്ങൾ സംഖ്യാരൂപത്തിൽ ഭൂതല കേന്ദ്രത്തിലേക്ക് എത്തിക്കുന്നു. അവ കമ്പ്യൂട്ടറിന്റെ സഹായത്തോടെ വ്യാഖ്യാനിച്ച് ചിത്രരൂപത്തിലാക്കുന്നതിനെയാണ് ഉപഗ്രഹ ചിത്രങ്ങൾ അല്ലെങ്കിൽ സാറ്റലൈറ്റ് ഇമേജറീസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് സ്പെഷ്യൽ റെസല്യൂഷൻ. എന്താണ്? ഉപഗ്രഹങ്ങളിൽ ഘടിപ്പിച്ചിട്ടുള്ള ഒരു സെൻസറിന് തിരിച്ചറിയാൻ സാധിക്കുന്ന ഭൂതലത്തിലെ ഏറ്റവും ചെറിയ വസ്തുവിന്റെ വലിപ്പമാണ് ആ സെൻസറിന്റെ സ്പെഷ്യൽ റെസല്യൂഷൻ. ഉപഗ്രഹങ്ങളിൽ ഘടിപ്പിച്ചിട്ടുള്ള ഒരു സെൻസറിന് തിരിച്ചറിയാൻ സാധിക്കുന്ന ഭൂതലത്തിലെ ഏറ്റവും ചെറിയ വസ്തുവിന്റെ വലിപ്പമാണ് ആ സെൻസറിന്റെ സ്പെഷ്യൽ റെസല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് വിദൂര സംവേദന സാങ്കേതിക വിദ്യയുടെ പ്രയോജനങ്ങളാണ് നമുക്ക് പഠിക്കേണ്ടത്. നോക്കുക, വിദൂര സംവേദന സാങ്കേതിക വിദ്യയുടെ പ്രയോജനങ്ങൾ എന്തൊക്കെയാണ്? കാലാവസ്ഥാ നിർണയത്തിന് പ്രയോജനമുണ്ട്, സമുദ്ര പര്യവേഷണത്തിന്, ഭൂവിനിയോഗം മനസ്സിലാക്കുന്നതിന്, വരൾച്ച ബാധിത പ്രദേശങ്ങൾ, വെള്ളപ്പൊക്ക ബാധിത പ്രദേശങ്ങൾ തുടങ്ങിയവ കണ്ടെത്തുന്നതിന്, ഉൾവനങ്ങളിലെ കാട്ടുതീ കണ്ടെത്തുന്നതിനും നിയന്ത്രണ നടപടികൾ സ്വീകരിക്കുന്നതിനും, വിളകളുടെ വിസ്തൃതി, കീടബാധ എന്നിവയെക്കുറിച്ച് വിവരങ്ങൾ ശേഖരിക്കുന്നതിന്, വിളകളുടെ വളർച്ച, കീടബാധയുടെ വ്യാപനം എന്നിവ മനസ്സിലാക്കുന്നതിന്, എണ്ണ പര്യവേക്ഷണത്തിന്, ഭൂഗർഭ ജലലഭ്യതയ്ക്ക് സാധ്യതയുള്ള പ്രദേശങ്ങൾ കണ്ടെത്തുന്നതിന്. ഓക്കെ, ഇതിനൊക്കെയാണ് വിദൂര സംവേദന സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തുന്നത്. പിന്നെ ഇവിടെ ഒരു കോളം കൊടുത്തിട്ടുണ്ട്, ചില ഉപഗ്രഹങ്ങളും അവയുടെ റെസല്യൂഷൻ വിവരങ്ങളും. റെസല്യൂഷൻ എന്താണെന്ന് നമ്മൾ പറഞ്ഞല്ലേ, സ്പെഷ്യൽ റെസല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ഉപഗ്രഹം, അതിൽ ഘടിപ്പിച്ചിട്ടുള്ള സംവേദകം, സ്പെഷ്യൽ റെസല്യൂഷൻ എത്രയാണെന്ന് കൊടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ. ലാൻഡ്സാറ്റ് 1 2 3 4 5 മൾട്ടി സ്പെക്ട്രൽ സ്കാനർ ആണ് സംവേദകം. സ്പെഷ്യൽ റെസല്യൂഷൻ 79x79. അടുത്തത് സ്പോട്ട് പാൻക്രോമാറ്റിക് ക്യാമറയാണ്. റെസല്യൂഷൻ ഓർത്തിരിക്കുക. IRS പാൻലിസ് 3 ആണ് റെസല്യൂഷൻ. ദെൻ GOI പാൻക്രോമാറ്റിക് മൾട്ടിസ്പെക്ട്രൽ സ്കാനർ ആണ്. ഇതും ഓർത്തിരിക്കുക. ഓക്കെ, അടുത്തത് വിദൂര സംവേദനം ഇന്ത്യയിൽ. ഇന്ത്യൻ വ്യോമ ചിത്രങ്ങളുടെ ഉപയോഗം 1924 ഡെൽറ്റ ചിത്രീകരണത്തോടെ ആരംഭിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്ത്യൻ വ്യോമ ചിത്രങ്ങളുടെ ഉപയോഗം ഡെൽറ്റ ചിത്രീകരണത്തോടുകൂടി ആരംഭിച്ച വർഷം എത്രയാണ്? 1924 ആണ്. ഇന്ത്യൻ വ്യോമ ചിത്രങ്ങളുടെ വിശകലനത്തിനും പഠനത്തിനുമായി ഫോട്ടോ ഇന്റർപ്രിട്ടേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡെറാഡൂണിൽ സ്ഥാപിതമായ വർഷം. ഫോട്ടോ
ഇന്റർപ്രട്ടേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട്, ഫോട്ടോ ഇന്റർപ്രട്ടേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡെറാഡൂണിൽ സ്ഥാപിതമായ വർഷം 1966. പിൽക്കാലത്ത് ഫോട്ടോ ഇന്റർപ്രട്ടേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന സ്ഥാപനം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിമോട്ട് സെൻസിങ് എന്നായിട്ട് മാറി. ഓക്കെ, പിന്നീടാണ് IIRS ആയിട്ട് മാറിയത്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിമോട്ട് സെൻസിങ് ആയിട്ട് മാറിയത്. ഇന്ത്യയിൽ ഉപഗ്രഹ വിദൂര സംവേദനത്തിന് തുടക്കം കുറിച്ച വർഷം 1970 ആണ് കേട്ടോ. 1970 ഇന്ത്യയിൽ വിദൂര സംവേദനത്തിന് തുടക്കം കുറിക്കുന്നത്. നാഷണൽ റിമോട്ട് സെൻസിങ് സെന്റർ ആദ്യകാലത്ത് അറിയപ്പെട്ടിരുന്ന പേരാണ് NRSA. NRSC എന്ന് പറയുന്നത്, റിമോട്ട് സെൻസിങ് സെന്റർ എന്ന് പറയുന്നത് NRSA എന്ന് അറിയപ്പെടാനായിട്ട് തുടങ്ങിയത് എപ്പോഴാണ്? 1970 കഴിഞ്ഞ് 1970 ഇന്ത്യയിൽ ഉപഗ്രഹ വിദൂര സംവേദനത്തിന് തുടക്കം കുറിച്ചത്. നാഷണൽ റിമോട്ട് സെൻസിങ് സെന്റർ എന്ന് പറയുന്നത് ആദ്യകാലത്ത് അറിയപ്പെട്ടിരുന്ന പേരാണ് NRSA എന്ന് പറയുന്നത്. ബഹിരാകാശ സാങ്കേതിക വിദ്യ സമൂഹ നന്മയ്ക്കായി പ്രയോജനപ്പെടുത്തുന്നതിൽ സദാ വ്യാപൃതരായിരിക്കുന്ന സ്ഥാപനങ്ങളാണ്: ഒന്ന് ISRO, ഭാരതീയ ബഹിരാകാശ ഗവേഷണ സ്ഥാപനം; 2 ബഹിരാകാശ വകുപ്പ് DOS. ഓക്കെ, അപ്പോൾ ഇത് ഓരോ സ്ഥാപനങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ബഹിരാകാശ സാങ്കേതിക വിദ്യ സമൂഹ നന്മയ്ക്കായി പ്രയോജനപ്പെടുത്തുന്നതിൽ സദാ വ്യാപൃതരായിരിക്കുന്ന സ്ഥാപനങ്ങളാണ്: ഒന്ന് ISRO, ഭാരതീയ ബഹിരാകാശ ഗവേഷണ സ്ഥാപനം; ബഹിരാകാശ വകുപ്പ് DOS; സ്പേസ് ആപ്ലിക്കേഷൻ സെന്റർ SAC. ഇന്ത്യയുടെ റിമോട്ട് സെൻസിംഗ് ഉപഗ്രഹങ്ങൾ നൽകുന്ന വിവരങ്ങളുടെ ശേഖരണം, സംഭരണം, സംസ്കരണം, വിതരണം എന്നിവയുടെ എല്ലാം പൂർണ്ണ ചുമതല വഹിക്കുന്നത് ആരാണ്? നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്റർ ആണ്. നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്റർ ആണ്. അതിന്റെ ആസ്ഥാനം എവിടെയാ? ഹൈദരാബാദ് ആണ്. ഹൈദരാബാദ് കേട്ടോ. ഇന്ത്യയുടെ റിമോട്ട് സെൻസിംഗ് ഉപഗ്രഹങ്ങൾ നൽകുന്ന വിവരങ്ങളുടെ ശേഖരണം, സംഭരണം, സംസ്കരണം, വിതരണം എന്നിവയുടെ എല്ലാം പൂർണ്ണ ചുമതല വഹിക്കുന്നത് NRSC ആണ്. നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്റർ ആണ്. ആസ്ഥാനം എവിടെയാണ്? ഹൈദരാബാദ് ആണ്. നെക്സ്റ്റ് നമുക്ക് പഠിക്കേണ്ടത് ഭൂവിവര വ്യവസ്ഥയാണ് കേട്ടോ. GIS ആണ്. എന്താണ് GIS? വിദൂര സംവേദന മാർഗങ്ങളിലൂടെയും അല്ലാതെയും ലഭിക്കുന്ന ഭൂവിവരങ്ങൾ, പട്ടികകൾ, ഗ്രാഫുകൾ എന്നിവ തയ്യാറാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ അധിഷ്ഠിത സാങ്കേതിക വിദ്യയാണ് ഭൂവിവര വ്യവസ്ഥ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വിദൂര സംവേദന മാർഗങ്ങളിലൂടെയും അല്ലാതെയും ലഭിക്കുന്ന ഭൂവിവരങ്ങൾ വിശകലനം ചെയ്ത് ഭൂപടങ്ങൾ, പട്ടികകൾ, ഗ്രാഫുകൾ എന്നിവയിലൂടെ അല്ലെങ്കിൽ എന്നിവ തയ്യാറാക്കുന്നതിന് ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ അധിഷ്ഠിത സാങ്കേതിക വിദ്യയാണ് ഭൂവിവര വ്യവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഭൂവിവര വ്യവസ്ഥ എന്ന് പറഞ്ഞിട്ട് ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്, നോക്കുക, ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക കേട്ടോ. ഇനി ഇവിടെ സ്ഥാനീയ വിവരങ്ങൾ, വിശേഷണങ്ങൾ എന്നീ 2 തരം വിവരങ്ങളെ ആധാരമാക്കിയിട്ടാണ് ഭൂവിവര വ്യവസ്ഥയിൽ വിശകലനങ്ങൾ നിർവഹിക്കുന്നത്. സ്ഥാനീയ വിവരങ്ങൾ അതുപോലെ തന്നെ വിശേഷണങ്ങൾ. സ്ഥാനീയ വിവരങ്ങൾ, വിശേഷണങ്ങൾ എന്നീ 2 തരം വിവരങ്ങളെ ആധാരമാക്കിയാണ് ഭൂവിവര വ്യവസ്ഥയിൽ വിശകലനങ്ങൾ നിർവഹിക്കുന്നത്. നിയതമായ അക്ഷാംശ രേഖാംശ സ്ഥാനമുള്ള ഭൗമോപരിതല സവിശേഷതകൾ അറിയപ്പെടുന്നതാണ് സ്ഥാനീയ വിവരങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ സ്ഥാനീയ വിവരങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? ഭൗമോപരിതലത്തിലെ ഓരോ സവിശേഷതകൾക്കും അതിൻ്റെതായിട്ടുള്ള ഒരു സ്ഥാനമുണ്ട്. അപ്പൊ നിയതമായ അക്ഷാംശ രേഖാംശ സ്ഥാനമുള്ള ഭൗമോപരിതല സവിശേഷതകളാണ് സ്ഥാനീയ വിവരങ്ങൾ എന്നറിയപ്പെടുന്നത്. വിശേഷണങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൗമോപരിതലത്തിലെ ഓരോ സ്ഥാനീയ വിവരത്തെ സംബന്ധിച്ചും കൂട്ടിച്ചേർക്കാവുന്ന അധിക വിവരങ്ങളെയാണ് ആട്രിബ്യൂട്ട്സ് അഥവാ വിശേഷണങ്ങൾ എന്ന് പറയുന്നത്. അടുത്തത് എന്താണ്? പാളികൾ എന്താ? ഭൂവിവര വ്യവസ്ഥയിൽ വിശകലനത്തിനായി തയ്യാറാക്കി സൂക്ഷിക്കുന്ന വിഷയാധിഷ്ഠിത ഭൂപടങ്ങൾ അറിയപ്പെടുന്നതാണ് പാളികൾ എന്ന് പറയുന്നത്. ഭൂവിവര വ്യവസ്ഥയിൽ വിശകലനത്തിനായി തയ്യാറാക്കി സൂക്ഷിക്കുന്ന വിഷയാധിഷ്ഠിത ഭൂപടങ്ങളെയാണ് പാളികൾ അഥവാ ലെയേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഭൂവിവര വ്യവസ്ഥയുടെ പ്രയോജനങ്ങൾ പഠിക്കണം. ഭൂവിവര വ്യവസ്ഥയുടെ വിശകലന സാധ്യതകൾ പഠിക്കണം. അപ്പൊ ആദ്യം ഭൂവിവര വ്യവസ്ഥയുടെ വിശകലന സാധ്യതകൾ നമുക്ക് നോക്കാം. ഒരു പ്രദേശത്തിന്റെ വിവിധ ഭൗമോപരിതല സവിശേഷതകളുടെ പരസ്പര ബന്ധത്തെക്കുറിച്ചും കാലാനുസൃതമായി അവയിലുണ്ടായ മാറ്റത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നതിനും ഉപയോഗിക്കുന്ന വിശകലനമാണ് ഓവർലേ വിശകലനം. ഒരു പ്രദേശത്തിന്റെ വിവിധ ഭൗമോപരിതല സവിശേഷതകളുടെ പരസ്പര ബന്ധത്തെക്കുറിച്ചും കാലാനുസൃതമായി അവയിലുണ്ടായിരുന്ന മാറ്റങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നതിനും ഓവർലേ വിശകലനം ഉപയോഗിക്കുന്നു.
ആവൃത്തി വിശകലനം ഉപയോഗിക്കുന്ന ചില സന്ദർഭങ്ങളാണ്. അടുത്തത് ആവൃത്തി വിശകലനം ഉപയോഗിക്കുന്ന ചില സന്ദർഭങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന്, ഒരു പ്രത്യേക ചുറ്റളവിലുള്ള വീടുകളുടെ എണ്ണം കണ്ടെത്തുക. ഒരു പ്രത്യേക ചുറ്റളവിലുള്ള പ്രദേശത്തെ എന്ത് കണ്ടെത്തുക? വീടുകളുടെ എണ്ണം കണ്ടെത്തുക. സർക്കാർ ആവശ്യങ്ങൾക്ക് ഭൂമി ഏറ്റെടുക്കേണ്ടി വരുമ്പോൾ എത്രമാത്രം ഭൂമി ഏറ്റെടുക്കേണ്ടി വരും എന്നത്, എത്ര പേർ ഭവനരഹിതരാകും എന്നതും മനസ്സിലാക്കുന്നതിന്. ഇതൊക്കെയാണ് ആവൃത്തി വിശകലനം ഉപയോഗിക്കുന്ന സന്ദർഭങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ്? ഒരു പ്രത്യേക ചുറ്റളവിലുള്ള വീടുകളെ എണ്ണം കണ്ടെത്തുന്നതിന്, സർക്കാർ ആവശ്യങ്ങൾക്ക് ഭൂമി ഏറ്റെടുക്കേണ്ടി വരുമ്പോൾ എത്രമാത്രം ഭൂമി ഏറ്റെടുക്കേണ്ടി വരുമെന്നും എത്രത്തോളം പേർ ഭവനരഹിതരാകുമെന്നും ഒക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആവൃത്തി വിശകലനം നമ്മൾ ചെയ്യുന്നത്. ഭൂപടത്തിലെ സവിശേഷതകളെ മാത്രം വിശകലനത്തിന് വിധേയമാക്കുന്ന വിശകലനമാണ് ശൃംഖലാ വിശകലനം എന്ന് പറയുന്നത് കേട്ടോ. എന്താണ് ശൃംഖലാ വിശകലനം? ഭൂപടത്തിലെ രേഖീയ സവിശേഷതകളെ മാത്രം വിശകലനത്തിന് വിധേയമാക്കുന്ന വിശകലനമാണ് ശൃംഖലാ വിശകലനം. ആവൃത്തി മേഖല എന്ന് പറഞ്ഞാൽ എന്താണ്? ആവൃത്തി വിശകലനത്തിൽ ഒരു ബിന്ദുവിനെ ചുറ്റി വൃത്താകൃതിയിലും രേഖീയ സവിശേഷതകൾക്ക് വശങ്ങളിലും ഒരു പ്രത്യേക മേഖല സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. ഇതിനെയാണ് ആവൃത്തി മേഖല എന്ന് വിളിക്കുന്നത്. ആവൃത്തി മേഖല. ശൃംഖല എന്ന് പറയുന്നത്, ശൃംഖല വിശകലനം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു, ഭൂപടത്തിലെ രേഖീയ സവിശേഷതകളെ മാത്രം വിശകലനത്തിന് വിധേയമാക്കുന്നതിനെയാണ് ശൃംഖലാ വിശകലനം എന്ന് പറയുന്നത്. ഈ റോഡ്, റെയിൽവേ, നദികൾ തുടങ്ങിയ രേഖീയ സവിശേഷ അല്ലെ, റോഡ്, നദി, റെയിൽവേ, ഇതെല്ലാം എന്താണ്? രേഖീയ സവിശേഷതകളാണ്. ഓർത്തിരിക്കുക, റോഡ്, റെയിൽവേ, നദികൾ തുടങ്ങിയവ രേഖീയ സവിശേഷതകളാണ്. ഒരു പ്രദേശത്ത് നിന്നും മറ്റൊരു പ്രദേശത്തേക്ക് എളുപ്പത്തിൽ എത്താവുന്നതും തിരക്ക് കുറഞ്ഞതുമായിട്ടുള്ള വഴികൾ കണ്ടെത്താൻ സഹായിക്കുന്ന വിശകലനമാണ് ശൃംഖലാ വിശകലനം. ഓക്കെ, അപ്പോൾ ഒരു പ്രദേശത്ത് നിന്നും മറ്റൊരു പ്രദേശത്തേക്ക് എളുപ്പത്തിൽ എത്താവുന്നതും തിരക്ക് കുറഞ്ഞതുമായിട്ടുള്ള വഴികൾ കണ്ടെത്താൻ സാധിക്കുന്നതും എന്താണ്? ശൃംഖലാ വിശകലനമാണെന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി ഭൂവിവര വ്യവസ്ഥയുടെ പ്രയോജനങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തൊക്കെയാണ്? ഒന്ന്, പല ഉറവിടങ്ങളിൽ നിന്നുള്ള വിവരങ്ങൾ സംയോജിപ്പിക്കുന്നതിന്, വിവരങ്ങൾ എളുപ്പത്തിൽ നവീകരിക്കാനും കൂട്ടിച്ചേർക്കാനും, വിഷയാധിഷ്ഠിത പഠനങ്ങൾ നടത്തുന്നതിന്, ഭൂതല സവിശേഷതകളെ സ്ഥാനീയമായി പ്രദർശിപ്പിക്കുന്നതിന്, ശേഖരിച്ച വിവരങ്ങൾ ഉപയോഗിച്ച് ഭാവി പ്രതിഭാസങ്ങളുടെയും പ്രക്രിയകളുടെയും ദൃശ്യ മാതൃകകൾ സൃഷ്ടിക്കുന്നതിന്, ഭൂപടങ്ങൾ, പട്ടികകൾ, ഗ്രാഫുകൾ എന്നിവ നിർമ്മിക്കുന്നതിന്. ഇതൊക്കെയാണ് ഭൂവിവര വ്യവസ്ഥയുടെ പ്രയോജനങ്ങൾ. അടുത്തത് ഉപഗ്രഹാധിഷ്ഠിത ഗതി നിർണയ സംവിധാനങ്ങളാണ് പറയുന്നത് കേട്ടോ. സാറ്റലൈറ്റ് ബേസ്ഡ് നാവിഗേഷൻ സിസ്റ്റം, ഉപഗ്രഹാധിഷ്ഠിത ഗതി നിർണയ സംവിധാനങ്ങൾ. അപ്പോ നോക്കുക, ഭൗമോപരിതലത്തിലെ വസ്തുക്കളുടെ സ്ഥാനവും ഗതിയും കണ്ടെത്താൻ ഇന്ന് വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നതാണ് എന്ത്? ഉപഗ്രഹാധിഷ്ഠിത ഗതി നിർണയ സംവിധാനങ്ങൾ എന്ന് പറയുന്നത്. ഭൗമോപരിതല വസ്തുക്കളുടെ സ്ഥാനവും ഗതിയും കണ്ടെത്താൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഉപഗ്രഹാധിഷ്ഠിത ഗതി നിർണയ സംവിധാനങ്ങൾ എന്ന് പറയുന്നത്. ഭൂപട നിർമ്മാണം, ഗതാഗതം തുടങ്ങിയ അനേകം മേഖലകളിൽ ഇത് പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ഭൂപട നിർമ്മാണം, ഗതാഗതം തുടങ്ങിയ അനേകം മേഖലകളിൽ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. അടുത്തതാണ് ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം, GPS എന്ന് പറയുന്നത്. എന്താണ് GPS? ഭൗമോപരിതല വസ്തുക്കളുടെ അക്ഷാംശ രേഖാംശ സ്ഥാനം, ഉയരം, സമയം എന്നിവ മനസ്സിലാക്കാൻ സഹായിക്കുന്ന സംവിധാനമാണ് കേട്ടോ. ഭൗമോപരിതല വസ്തുക്കളുടെ അക്ഷാംശ രേഖാംശ സ്ഥാനം, ഉയരം, സമയം എന്നിവ മനസ്സിലാക്കാൻ സഹായിക്കുന്ന സംവിധാനമാണ് ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം അഥവാ GPS എന്ന് പറയുന്നത്. ഗതി നിർണയ സംവിധാനമായിട്ടുള്ള ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം ഏത് രാജ്യത്തിന്റെ സംഭാവനയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാ? അമേരിക്ക. GPS എന്ന് പറയുന്നത് ഏതിന്റെ സംഭാവനയാണ്? അമേരിക്കയുടെ സംഭാവനയാണ് എന്നത് ഓർത്തിരിക്കുക. ഭൗമോപരിതലത്തിൽ നിന്നും 20,000 മുതൽ 20,200 കിലോമീറ്റർ വരെയുള്ള ഉയരത്തിൽ 6 വ്യത്യസ്ത ഭ്രമണപഥങ്ങളിലായിട്ട് 24 ഉപഗ്രഹങ്ങളുടെ ഒരു ശ്രേണിയുടെ സഹായത്തിലാണ് GPS സ്ഥാനനിർണയം നടത്തുന്നത് എന്നത് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ 20,000 മുതൽ 20,200 കിലോമീറ്റർ വരെയുള്ള ഉയരത്തിൽ 6 വ്യത്യസ്ത ഭ്രമണപഥങ്ങളിലായി 24 ഉപഗ്രഹങ്ങളുടെ ഒരു ശ്രേണിയുടെ സഹായത്തിലൂടെയാണ് സ്ഥാനനിർണയം നടത്തുന്നത് എന്നത് ഓർത്തിരിക്കുക. ഇത് ആരുടെ സംഭാവനയാണ്? GPS എന്ന് പറയുന്നത് അമേരിക്കയുടെ സംഭാവനയാണ്. ഏറ്റവും കുറഞ്ഞത് എത്ര ഉപഗ്രഹങ്ങളിൽ നിന്ന് വരുന്ന സിഗ്നലുകളെങ്കിലും ലഭിച്ചാലാണ് GPS-ന് അക്ഷാംശ, രേഖാംശം, ഉയരം, സമയം തുടങ്ങിയ വിവരങ്ങൾ കൃത്യതയോടുകൂടി പ്രദർശിപ്പിക്കാൻ സാധിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4, ഏറ്റവും കുറഞ്ഞത് 4 ഉപഗ്രഹങ്ങളിൽ നിന്ന് വരുന്ന സിഗ്നലുകളെങ്കിലും ലഭിച്ചാലാണ് GPS-ന് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ?
അക്ഷാംശം, രേഖാംശം, ഉയരം, സമയം തുടങ്ങിയ വിവരങ്ങൾ കൃത്യതയായിട്ട് പ്രദർശിപ്പിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ എന്നത് ഓർത്തിരിക്കുക. എന്തിനു വേണ്ടിയാണ് അമേരിക്കൻ ഐക്യനാടുകൾ GPS സംവിധാനം ആരംഭിച്ചത്? അമേരിക്കൻ ഐക്യനാടുകൾ ഈ സംവിധാനം ആരംഭിച്ചത് 1980 മുതലാണ്. GPS സംവിധാനം പൊതുജനങ്ങൾക്ക് ലഭ്യമായി തുടങ്ങിയത് 1980 മുതലാണ്. സൈനിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അമേരിക്കൻ ഐക്യനാടുകൾ ഇത് ആരംഭിച്ചത്. സൈനിക ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ആരംഭിച്ചു തുടങ്ങിയത്. ഇനി ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം IRNSS എന്താണിത്? GPS സമാനമായി ഇന്ത്യ സ്വതന്ത്രമായി വികസിപ്പിച്ച ഉപഗ്രഹാധിഷ്ഠിത ഗതി നിർണയ സംവിധാനമാണ് ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം IRNSS എന്ന് പറയുന്നത്. ഇന്ത്യക്ക് പുറമെ പാകിസ്ഥാനും ചൈനയും ഇന്ത്യൻ മഹാസമുദ്രവും ഉൾപ്പെടെ 1500 കിലോമീറ്റർ ചുറ്റളവ് ഇതിന്റെ നിരീക്ഷണ പരിധിയിൽ വരും എന്നത് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി അടുത്തത് എന്താണ് ഭുവൻ എന്ന് പറയുന്നത്? എന്താണ് ഭുവൻ? ഇന്ത്യക്ക് പുറമെ പാകിസ്ഥാനും, ഓക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ഇന്ത്യക്ക് പുറമെ പാകിസ്ഥാനും ചൈനയും ഇന്ത്യൻ മഹാസമുദ്രവും ഉൾപ്പെടെ 1500 കിലോമീറ്റർ ചുറ്റളവ് ഇതിന്റെ നിരീക്ഷണ പരിധിയിൽ വരുന്നു എന്ന് പറഞ്ഞു അല്ലെ. ഭുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സ്വന്തം ഉപഗ്രഹങ്ങൾ മാത്രം പ്രയോജനപ്പെടുത്തി ഇന്ത്യൻ മേഖലയുടെ സമ്പൂർണ്ണ ഭൂപട നിർമ്മാണം എന്ന ആവശ്യത്തിലേക്കായി ISRO വികസിപ്പിച്ച ഉപഗ്രഹാധിഷ്ഠിത ഭൂപട നിർമ്മാണ സംവിധാനമാണ് ഭുവൻ. അപ്പോൾ സ്വന്തം ഉപഗ്രഹങ്ങൾ മാത്രം പ്രയോജനപ്പെടുത്തി ഇന്ത്യൻ മേഖലയുടെ സമ്പൂർണ്ണ ഭൂപട നിർമ്മാണം എന്ന ആവശ്യത്തിലേക്ക് വേണ്ടിയിട്ട് ISRO വികസിപ്പിച്ച ഉപഗ്രഹാധിഷ്ഠിത ഭൂപട നിർമ്മാണ സംവിധാനമാണ് ഭുവൻ എന്ന് പറയുന്നത്. ഭുവൻ പ്രവർത്തനം ആരംഭിച്ച വർഷം എത്രയാണ്? 2009 അടിസ്ഥാനപരമായ ഒരു റിമോട്ട് സെൻസിങ് ഇമേജ് പോർട്ടലാണ് എന്ത് ഭുവൻ എന്ന് പറയുന്നത്. ഓക്കെ, അടിസ്ഥാനപരമായിട്ട് ഒരു പോർട്ടലാണ് അല്ലെ, റിമോട്ട് സെൻസിങ് ഇമേജ് പോർട്ടലാണ് ഭുവൻ എന്ന് പറയുന്നത്. GIS സാങ്കേതിക വിദ്യ, വിദൂര സംവേദനം എന്നിവയുടെ പരമാവധി സാധ്യതകൾ പ്രയോജനപ്പെടുത്തി ഓൺലൈൻ ഭൂപടം നിർമ്മിക്കുക എന്നതാണ് ഭുവന്റെ മുഖ്യധർമ്മം എന്ന് പറയുന്നത്. ഭുവന്റെ മുഖ്യധർമ്മം എന്താണ്? GIS സാങ്കേതിക വിദ്യ, വിദൂര സംവേദനം എന്നിവയുടെ പരമാവധി സാധ്യതകൾ പ്രയോജനപ്പെടുത്തി ഓൺലൈൻ ഭൂപടം ഒരുക്കുക എന്നതാണ് ഭുവന്റെ മുഖ്യധർമ്മം എന്ന് പറയുന്നത്. ഏത് ശ്രേണിയിലുള്ള ഉപഗ്രഹങ്ങളാണ് ഭുവനിൽ വിവരശേഖരണത്തിനായി പ്രയോജനപ്പെടുത്തുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ IRS ശ്രേണിയിലുള്ള ഉപഗ്രഹങ്ങളെയാണ് വിവരശേഖരണത്തിനായിട്ട് പ്രയോജനപ്പെടുത്തുന്നത്. ഭുവനിലൂടെ ലഭ്യമാവുന്ന ഭൗമോപരിതല ചിത്രത്തിന്റെ സ്പെഷ്യൽ റെസൊല്യൂഷൻ എത്രയാണ്? 10 മീറ്റർ ആണ്. 10 മീറ്റർ. ഓക്കെ, അടുത്തത് എന്താണ് സ്കൂൾ ഭവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? രാജ്യത്തിന്റെ പ്രകൃതി വിഭവങ്ങൾ, പരിസ്ഥിതി എന്നിവയെക്കുറിച്ചും സുസ്ഥിര വികസനത്തിൽ ഇന്ത്യയുടെ പങ്കിനെക്കുറിച്ചും കുട്ടികളിൽ അവബോധം വളർത്തുന്നതിനായിട്ടുള്ള ഭൂപടാധിഷ്ഠിത ലേണിംഗ് സംവിധാനമാണ് സ്കൂൾ ഭവൻ എന്ന് പറയുന്നത്. സ്കൂൾ ഭവൻ എന്ന് പറഞ്ഞാൽ എന്താണ്? രാജ്യത്തിന്റെ പ്രകൃതി വിഭവങ്ങൾ, പരിസ്ഥിതി എന്നിവയെക്കുറിച്ചും സുസ്ഥിര വികസനത്തിൽ ഇന്ത്യയുടെ പങ്കിനെ കുറിച്ചും കുട്ടികളിൽ അവബോധം വളർത്തുന്നതിനായിട്ടുള്ള ഭൂപടാധിഷ്ഠിത ലേണിംഗ് സംവിധാനമാണ് എന്ന് പറയുന്നത് സ്കൂൾ ഭവൻ എന്ന് പറയുന്നത്. ഓക്കെ, സ്കൂൾ ഭവൻ ദേശീയ വിദ്യാഭ്യാസ ഗവേഷണ പരിശീലന സമിതി, അതായത് NCERT, ISRO എന്നിവ സംയുക്തമായിട്ടാണ് ഈ ഒരു സംവിധാനം വികസിപ്പിച്ചിട്ടുള്ളത്. ഭുവൻ പോർട്ടലിലെ സ്കൂൾ ഭവൻ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് പഠിതാക്കൾക്ക് ഈ സേവനം ഉപയോഗപ്പെടുത്താം എന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്തത് ക്രിയേറ്റീവ് മാപ്പ് GIS എന്താണ്? ഇന്ത്യയിലെ ഏതൊരു ഭൂപ്രദേശത്തിന്റെയും ഉപരിതല സവിശേഷതകൾ ആവശ്യാനുസരണം GIS സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ പകർത്തിയെടുക്കുന്നത് പ്രാദേശിക ഭൂപടങ്ങൾ നിർമ്മിക്കാൻ സഹായിക്കുന്ന സംവിധാനമാണ് ക്രിയേറ്റീവ് മാപ്പ് ഓർ GIS എന്ന് പറയുന്നത്. ക്രിയേറ്റീവ് മാപ്പ് ഓർ GIS. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ടത്.